ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തലയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കുടുങ്ങി ഒരാഴ്ചയിലധികമായി ദുരിതത്തിലായിരുന്ന കുറുനരിയെ ഒടുവിൽ രക്ഷപ്പെടുത്തി. താനൂർ വട്ടത്താണി റെയിൽവേ ട്രാക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സംഭവം. തലയിൽ കുപ്പി കുടുങ്ങിയത് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ അലഞ്ഞു തിരിയുകയായിരുന്നു ഈ കുറുനരി. കുറുനരിയെ ദയനീയാവസ്ഥയിൽ കണ്ട നാട്ടുകാർ ആദ്യം കുപ്പി മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തുടർന്ന് വിവരം നിലമ്പൂർ ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുകയായിരുന്നു. അവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ TDRF വളണ്ടിയർമാരായ സലാം മഞ്ചുടിയെ നാട്ടുകാർ ബന്ധപ്പെട്ടു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ TDRF വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുറുനരിയെ സുരക്ഷിതമായി പിടികൂടി തലയിലെ പ്ലാസ്റ്റിക് കുപ്പി നീക്കം ചെയ്യുകയായിരുന്നു. ഒരാഴ്ച മുന്നെയാണ് നമ്മൾ ഈ കുറുനരിൻ്റെ ഇത് കാണുന്നത്. നമ്മൾ നാട്ടുകാരെല്ലാവരും മാനേട്ടനും ഞാൻ നിതീഷേട്ടനും ഒക്കെ കുറേ രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ, പക്ഷെ നമുക്കത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ ഇവരെ വിളിച്ചിരുന്നു, ഫോറസ്റ്റിനെ വിളിച്ചിരുന്നു. അന്ന് അവർ നമ്മുടെ സലാം ഖാൻ്റെ നമ്പർ തന്നു. സലാം ഖാനെ നമ്മൾ വിളിച്ചു. സലാംക്ക് അപ്പോൾ തന്നെ ഉടൻ തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് സലാംക്ക് വന്ന് ഈ 19-ാം തീയതി ആയിട്ടാണ് ഇതിൻ്റെ കുടുങ്ങിയിട്ടുള്ളത്. ഇന്ന് 26-ാം തീയതിയാണ്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ. സലാംക്ക് വന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പരിപാടി അയച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല രക്ഷാപ്രവർത്തനം നടത്തി. TDRF വളണ്ടിയർമാരായ ആഷിഖ് താനൂർ, അർഷാദ് CP, സലാം മഞ്ചുടി എന്നിവരും നാട്ടുകാരായ ഗോവിന്ദൻകുട്ടി, നിതീഷ് എളയിടത്ത്, രാജീവ് നെടുമ്പള്ളി, റംഷീദ്, മാധവൻ നെടുമ്പള്ളി, മാനു എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.